ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി 65 സങ്കീർത്തനം 4 വാക്യമാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാംസ് 65 വേഴ്സസ് 4. നിൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിൻ്റെ വിശുദ്ധ മന്ദിരമായ നിൻ്റെ ആലയത്തിൽ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ആരാണ് ഭാഗ്യവാന്മാർ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ കർത്താവ് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന വ്യക്തി ഭാഗ്യവാനാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളെ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആരെയാണോ ദൈവം തിരഞ്ഞെടുത്തത്, ആരെയാണോ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ആരെയാണോ കർത്താവ് തിരഞ്ഞെടുത്ത് അടുപ്പിച്ചിരിക്കുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്നു, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ, ദൈവത്താൽ നിങ്ങൾ വേർതിരിക്കപ്പെട്ടുവെങ്കിൽ, ദൈവത്താൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവെങ്കിൽ, കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് യേശു കർത്താവിൻ്റെ സ്നേഹത്താൽ നിങ്ങളെ നിറച്ച് നിങ്ങളെ സഭയാകുന്ന ആലയത്തിൻ്റെ അകത്തേക്ക് ദൈവം നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്തിനാണ് ദൈവം വിളിച്ച് വചനം പറയുന്നു, നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ പ്രാകാരത്തിലേക്ക്, ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്, ദൈവത്തിൻ്റെ സഭയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നറിയുന്ന മക്കളെ, നമ്മളെ ആലയത്തിലുള്ള നന്മ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആലയത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ആലയത്തിൻ്റെ അകത്ത് നന്മയുണ്ട്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ദൈവത്തെ മഹത്വപ്പെടുത്താമോ? അപ്പോൾ ഇന്ന് നിങ്ങൾ ആലയത്തിലിരിക്കുന്നത് വെറുതെ അല്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വെറുതെ അല്ല. നേരത്തെ നമ്മൾ എവിടെയായിരുന്നു? നേരത്തെ നമ്മൾ ആലയത്തിലല്ലായിരുന്നു, നേരത്തെ നമ്മൾ ആലയത്തിൻ്റെ പുറത്തായിരുന്നു. കർത്താവ് പറയുന്നു, കാട്ടിലുവായിരുന്നു നിങ്ങളെ കർത്താവ് നല്ല ഒലിവിനോട് ചേർത്ത് കർത്താവ് ഒട്ടിച്ച് നിങ്ങളെ നല്ല ഒലിവാക്കി മാറ്റിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പ്രാകൃതന്മാരായിരുന്നു, നേരത്തെ നമ്മൾ ദൈവത്തിൻ്റെ അറിയാത്ത മക്കളായിരുന്നു. പക്ഷെ നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ കൊണ്ടുവന്ന്, കൂട്ടായ്മയിൽ കൊണ്ടുവന്ന്, സഭയിൽ കൊണ്ടുവന്ന് കർത്താവ് നിർത്തിയിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം നമുക്ക് ആലയത്തിലെ നന്മകളുണ്ട്, ആലയത്തിലെ അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ദൈവം നമ്മൾ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ദൈവം വിളിച്ചത് ആലയത്തിലെ നന്മ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ദൈവം വിളിച്ചത്. നമ്മൾ വീണ്ടും 92 സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ അല്ലെങ്കിൽ ആലയത്തിൽ നടുതലയായവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രബലമായിരിക്കുന്നവർ, ദൈവത്തിൻ്റെ ആലയത്തിൽ വിശ്വസ്തരായി ആലയവുമായി ബന്ധപ്പെട്ട്, കൂട്ടായ്മയായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന മക്കളെക്കുറിച്ച് കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ അവർ തഴയ്ക്കും. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ദൈവം ആലയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആലയത്തിലെ നന്മ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിപ്പാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങൾ ആലയത്തെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ വചനം പറയുന്നു, നിങ്ങൾ പ്രാകാരങ്ങൾ എന്ത് ചെയ്യും? തഴയ്ക്കും, അല്ലെങ്കിൽ പുഷ്ടി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ സമയങ്ങളെല്ലാം മെനക്കെട്ട് നമ്മൾ ഈ തിരക്ക് പിടിച്ചതായ ജീവിതത്തിൽ അല്പസമയം കണ്ടെത്തി നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നിങ്ങളെ തഴപ്പിക്കും, ദൈവം നിങ്ങളെ പുഷ്ടിവെപ്പിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം വരുത്തും, ദൈവം നിങ്ങൾക്ക് സമാധാനം തരും, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും, ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം തരും. ദൈവം പറയുന്നു, അവർക്ക് പുഷ്ടിയും അവർക്ക് സമൃദ്ധിയും അവർക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും ദൈവം കൊടുക്കുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു, 14 വാക്യം പറയുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നിരിക്കുന്നുവെങ്കിൽ
കൂട്ടായ്മയിൽ വന്നിരിക്കുന്നുവെങ്കിൽ, ദൈവസഭയിൽ വന്നിരിക്കുന്നുവെങ്കിൽ, ദൈവം പറയുന്നു ആലയത്തിൻ്റെ അകത്തുള്ള അനുഗ്രഹം എന്താണ്, നന്മ എന്താണ്? ദൈവം പറയുന്നു വാർദ്ധക്യമായാലും നിങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, പല ആൾക്കാരും ഓൾഡ് ഏജ് ആകുന്ന സമയത്ത്, വാർദ്ധക്യമാകുന്ന സമയത്ത് അവർ വളരെയധികം വിഷമിച്ച് അവരിങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞ് അവരിങ്ങനെ പിറുപിറുത്ത് രോഗത്തിൻ്റെ കാര്യവും പറഞ്ഞ് കഷ്ടതയുടെ കാര്യവും പറഞ്ഞ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കുന്നില്ല, ഞങ്ങളെ ആർക്കും വേണ്ട, എല്ലാവരും കൈവിട്ടെന്നൊക്കെ പറഞ്ഞ് വേദനയോടെ ഭാരത്തോടെ ഞരക്കത്തോടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, അവൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ വിശ്വസ്തമായി നിൽക്കുന്ന, നടുതലായി നിൽക്കുന്ന അവൻ്റെ മക്കളെ കർത്താവ് പറയുന്നു അവർ വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അവർ വാർദ്ധക്യ സമയമാകുമ്പോഴും പ്രൈസ് ലോർഡ് അവരിൽ ഫലമുണ്ടാകും. പ്രൈസ് ലോർഡ്. എന്താണ് ഫലം എന്ന് പറയുന്നത്? ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകും. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകും. അത് മാത്രമല്ല, അവരുടെ ആത്മാക്കളാകുന്ന ഫലങ്ങളെയും അവർ നേടും. അവർ ഏതെങ്കിലുമൊക്കെ നിലകളിൽ പ്രൈസ് ലോർഡ് ദൈവത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്. അതിൻ്റെ ഒരു സ്നേഹിതൻ്റെ പിതാവ്, അദ്ദേഹം അടുത്ത കാലത്ത് കർത്താവ് നിദ്ര പ്രാപിച്ചു. പക്ഷേ നിദ്ര പ്രാപിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയും ആ ദിവസം വരെയും അദ്ദേഹം അടങ്ങിയിരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആ അപ്പച്ചൻ പ്രൈസ് ലോർഡ് രാവിലെ 91 ഇയേഴ്സ് വരെ ജീവിച്ചു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം. പ്രൈസ് ലോർഡ്. അദ്ദേഹത്തിൻ്റെ 91 ഇയേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ എൻ്റെ അയൽവാസികളെ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ, എൻ്റെ ചാർച്ചക്കാരെ എങ്ങനെ എനിക്ക് അവരെ ശുശ്രൂഷിക്കാം, എങ്ങനെ അവരെ അനുഗ്രഹിക്കാമെന്ന ചിന്തയിലാണ് ഓരോ ദിവസവും അത് എഴുന്നേൽക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് 1-2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, സ്തോത്രം ബ്രദറെ, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ അവിടെ വയസ്സായ ഒരു അമ്മച്ചിയുണ്ട്. പ്രൈസ് ലോർഡ്. ആ അമ്മച്ചിയെ നോക്കുവാനായിട്ട്, അവരുടെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് ഒരു കുടുംബത്തെ വേണം. ബദനെ കൊണ്ട് ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ നോക്കിയാൽ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് മറ്റൊരു കുടുംബത്തിന് വേണ്ടി അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ സ്തോത്രം ഈ അപ്പച്ചനെ വിളിച്ച് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ ആയിരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, വിശ്വസ്തമായിട്ട് ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവഭക്തനെക്കുറിച്ച് കർത്താവ് പറയുന്നു, അവർക്ക് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരിക്കലും വാർദ്ധക്യം ഒരു ശാപമല്ല. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭയപ്പെടാനുള്ളൊരു കാര്യമല്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരിക്കലും അവർക്കൊരു ദുരന്തമല്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരിക്കലും അവർക്കൊരു ദോഷമല്ല. മറിച്ച് ആ വാർദ്ധക്യം ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ലോർഡ്. മറ്റുള്ളവർക്ക് കൂടെ നന്മ ചെയ്യുവാൻ തക്കവണ്ണം, അവർക്ക് ബ്ലെസ്സിങ്ങായി മാറുവാൻ തക്കവണ്ണം, ആലയത്തിന് മാത്രമല്ല അവരുടെ കുടുംബത്തിന്. ഈ അപ്പച്ചനാണെങ്കിൽ എല്ലാ ദിവസവും, ഒരു ദിവസം അപ്പച്ചന് മോനെ ഫോൺ ചെയ്ത് എല്ലാ വിശേഷങ്ങളൊക്കെ തിരക്കും, കൊച്ചുമക്കളുടെ കാരണമൊക്കെ തിരക്കിന് ശേഷം ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് അപ്പച്ചൻ ഫോൺ കട്ട് ചെയ്യാൻ മറന്നുപോയി. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ മോൻ പറയുകയാണ്, ഈ ഫോൺ ഇങ്ങനെ ഓണായിട്ടിരിക്കുകയാണ്, ഫോൺ കട്ടായിട്ടില്ല. സ്തോത്രം. അപ്പോൾ ഈ മോൻ പറയുകയാണ്, അപ്പച്ച അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടിയും മരുമക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ആ പിതാവിൻ്റെ പ്രാർത്ഥന ആ മകൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. ഞങ്ങളുടെ അപ്പച്ചൻ ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നീ കർത്താവിൻ്റെ ആലയത്തിൽ ദൈവം നിന്നെ കൂട്ടി വരുത്തിയിരിക്കുന്നുവെങ്കിൽ നീ ഒരു അനുഗ്രഹമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായിരിക്കുവാൻ, നിൻ്റെ മക്കൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാൻ, മരുമക്കൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാൻ, കൊച്ചുമക്കൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാൻ, ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാൻ, നിൻ്റെ അയൽവാസികൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാൻ, നിൻ്റെ ഇടവും വലവും ഇരിക്കുന്ന ആളുകൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, അവർ വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ മക്കളെ ഇവിടെ വൃക്ഷമായിട്ടാണ് ഒന്നിച്ചിരിക്കുന്നത്. ഒരു വൃക്ഷം എങ്ങനെയാണ് പുഷ്ടി വയ്ക്കുന്നത്, ഒരു വൃക്ഷം എങ്ങനെയാണ് പച്ച വയ്ക്കുന്നത്, ആ നിലവാരങ്ങളിൽ ദൈവം നിന്നെ ആലയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നീ പട്ടുപോകാൻ വേണ്ടിയല്ല, നീ തകർന്നു പോകാൻ വേണ്ടിയല്ല, മറിച്ച് നീ പുഷ്ടി വയ്ക്കുവാൻ, നീ പച്ച പിടിക്കുവാൻ, അത് നിൻ്റെ കുടുംബം തഴച്ചു വളരുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നീ മറ്റുള്ളവർക്ക് കൂടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറുവാനായിട്ടാണ് ദൈവം നിന്നെ സഭയാകുന്ന ആലയത്തിൽ നിന്നെ കൊണ്ട് നട്ടിരിക്കുന്നത്.
നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ആറ്റിലേക്ക് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആര്? ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രൈസ് ലോർഡ് നീതിമാനായ വ്യക്തി. യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ആ വ്യക്തി ഒരു വൃക്ഷമാണ്. ആറ്റിലേക്ക് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നത് ഇലപ്പെടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്ന കർത്താവ് കാണുന്നത് ഒരു വൃക്ഷമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ സഭയാകുന്ന ആലയത്തിൻ്റെ അകത്ത് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളെല്ലാം കാണുന്നത് ഒരു പുഷ്ടിയുള്ള ഒരു വൃക്ഷമായിട്ട്, ഒരു പച്ച പിടിച്ചിരിക്കുന്ന ഒരു വൃക്ഷമായിട്ട്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വൃക്ഷമായിട്ടാണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ദൈവത്താൽ വിളിക്കപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ആലയത്തിലായിരിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത്തെ ഒരു കൂട്ടരെക്കുറിച്ച് കാണുന്നുണ്ട്. അതാരാണെന്ന് അറിയാമോ മക്കളെ? വചനം പറയുന്നു, രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് സമർപ്പണമുള്ളവരാണ്. സമർപ്പണമുള്ളവരാണ്. കാരണം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള തിരമാലകൾ വന്നാലും, എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അവർ കുലുങ്ങത്തില്ല. മറിച്ച് അവർക്ക് കൺഫ്യൂഷനില്ല, അവർക്ക് ചിന്താഭാരമില്ല, അവർക്ക് ഭയമില്ല, അവർക്ക് ടെൻഷനില്ല. കാരണം അവർക്കറിയാം, ഞങ്ങളുടെ കർത്താവ് അറിയാതെ ഞങ്ങൾക്കൊന്നും ഭവിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം വായിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35 താഴോട്ട് വായിക്കുന്ന സമയത്ത് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വേർപിരിക്കുന്നത് എന്താണ്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇതെന്തെല്ലാം വന്നാലും എൻ്റെ ഉള്ളിലുള്ള ദൈവസ്നേഹത്തെ ഒരിക്കലും മാറ്റാൻ കഴിയത്തില്ല. കഷ്ടത വന്നാലും ശരി, ഉപദ്രവങ്ങൾ വന്നാലും ശരി, പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നാലും ശരി, നല്ല വസ്ത്രമില്ല നഗ്നതയിൽ കൂടെ പോകും, വസ്ത്രമില്ലാത്ത അവസ്ഥ കൂടെ പോയാലും ശരി, വാള് അല്ലെങ്കിൽ മുമ്പിൽ മരണം വന്നാലും ശരി, ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഒരിക്കലും 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 മാറ്റുവാൻ കഴിയുകയില്ല. അത്രത്തോളം ആഴമേറിയ ഒരു സമർപ്പണം ആ ദൈവദാസനുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാല ദൈവമക്കളെ അദ്ദേഹം പറയുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ദൈവസ്നേഹത്തെ എന്നിൽ നിന്നൊരിക്കലും മാറ്റാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ, ആ ദൈവത്തിൻ്റെ അഭിഷേകത്തെ ലോകത്തിലെ ഒരു ശക്തിക്കും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ സമയത്തൊക്കെ ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം വന്നാലും, എന്തെല്ലാം വന്ന് ഞാൻ ഭാരപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര്? നമുക്കറിയാം, നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിച്ചു, ഗത്സമനെ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിവൃത്തിയാകണം പിതാവേ. എൻ്റെ ഹിതമല്ല പിതാവേ, നിൻ്റെ ഹിതം നിവൃത്തിയാവണം. ദൈവമക്കളെ, യേശു കർത്താവ് തൻ്റെ മാനുഷികമായ ഭാവത്തിൽ വളരെയധികം വേദനയെ കൂടെ കടന്നുപോയതിൻ്റെ അടയാളമാണ് ആ വിയർപ്പ് തുള്ളി എങ്ങനെയായിട്ട് മാറി? വിയർപ്പ് തുള്ളി ചോരത്തുള്ളിയായിട്ട് മാറി. ചോരത്തുള്ളിയായിട്ട് മാറി. കാരണം അത്രയ്ക്കുള്ള മാനസികമായ സമ്മർദ്ദത്തിലൂടെ കർത്താവ് കടന്നുപോയി. പക്ഷേ അവിടെയും കർത്താവ് പിതാവിൽ നിന്നും മാറിപ്പോയില്ല, പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നും മാറിപ്പോയില്ല. കാരണം എന്നറിയാമോ? കർത്താവിനറിയാം ഞാൻ ഈ കടന്നു പോകുന്നത് അതേ പ്രയാസമാണെങ്കിലും, ക്രൂശീകരണം ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും, ക്രൂശീകരണം വേദനയുള്ളതാണെങ്കിലും അത് പിതാവിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് അനുഗ്രഹമായിട്ട് മാറും. ദൈവമക്കളെ, അങ്ങനെ സമർപ്പിക്കുന്ന ഒരു കർത്താവിനെ കാണാൻ കഴിയും. ആ സമർപ്പണം, കർത്താവിൻ്റെ സമർപ്പണം നമുക്കറിയാം. തീർച്ചയായിട്ടും ആ ക്രൂശ് ഒരിക്കലും പിതാവ് ഒഴിവാക്കി കൊടുത്തില്ല, മറിച്ച് ക്രൂശിലൂടെ കടത്തിവിട്ട് ആ പുത്രനെ പിതാവ് മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ആരാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുന്നത്? രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ചില പ്രയാസങ്ങൾ വന്നാലും അവർ പെറുപെറുക്കാതെ, അവർ ദൈവത്തെ കുറ്റം പറയാതെ, അവർ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാതെ, അതേ പൗലോസിനെ പോലെ, കർത്താവായ യേശുവിനെ പോലെ
വിജയകരമായിട്ട് അതിനെ പൂർത്തിയാക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഇങ്ങനെ പറഞ്ഞു, അത് ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും, വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ കർത്താവിനെ വിട്ട് മാറത്തില്ല. ഇന്ന് എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും, ഈ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ വിട്ടു മാറത്തില്ല. ആ ഒരു ഉറപ്പുള്ളവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതിൻ്റെ 10-ാം അധ്യായത്തിൽ സ്തോത്രം നമ്മൾ വായിക്കുന്നുണ്ട്, 35-ാമത്തെ വാക്യത്തിൽ കാണുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 35-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. അതിന് ഇംഗ്ലീഷ് കൊടുക്കുന്ന കോൺഫിഡൻസ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ ഇന്ന് ദൈവമക്കൾ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്ന ആരാണെന്ന് അറിയാമോ? രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ധൈര്യമുള്ള ദൈവമക്കൾ, ആത്മധൈര്യമുള്ള ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും, എന്ത് തരത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അവർ കുലുങ്ങത്തില്ല. അവർ ധൈര്യപൂർവ്വം പറയും, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല, എൻ്റെ കർത്താവ് അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ കർത്താവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ ഒരു അനുഗ്രഹമുണ്ട്, അതിൻ്റെ പിറകിൽ ഒരു നന്മയുണ്ട്. ഞാൻ ഭാരപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല. കാരണം എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമായിട്ട് ആരുമില്ല. സ്തോത്രം പറയുന്ന ദൈവമക്കളെ സ്തുതിക്കാമോ? അപ്പോൾ വചനം പറയുന്നു, ധൈര്യമുണ്ടാകണം, ധൈര്യമുണ്ടാകണം. ദൈവത്തിൻ്റെ മക്കൾക്ക് സ്തോത്രം ആദി പ്രതിഫലമുള്ള കർത്താവിൻ്റെ മക്കളെക്കുറിച്ച് വചനം എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒരു വലിയ പ്രതിഫലമുണ്ട് ധൈര്യത്തോടുകൂടെ നിൽക്കുന്നവർക്ക്, പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നവർക്ക്, ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് ദൈവം പറയുന്നു ഒരു മഹാപ്രതിഫലം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ധൈര്യം, നിങ്ങൾക്കൊരു ആത്മധൈര്യം എപ്പോഴും ഉണ്ടാകണം. ഒരിക്കലും പിന്തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല, ഒരിക്കലും ദൈവത്തെ വിട്ട് പോകാനായിട്ട് പാടില്ല, ഒരിക്കലും നമ്മൾ ആത്മീയമായ കൂട്ടായ്മ വിട്ട് പോകാനായിട്ട് പാടില്ല, ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം വിട്ട് പോകാനായിട്ട് പാടില്ല. മറിച്ച് നമ്മളെപ്പോഴും നമ്മുടെ ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, 38-ാം വാക്യം പറയുന്നു, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തിൽ പിന്തിരിഞ്ഞു പോകാതെ ധൈര്യത്തോടുകൂടി മുന്നേറുന്ന മക്കളാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും ഭാരങ്ങളോ ഉണ്ടാകുമ്പോൾ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഇനി ബൈബിൾ വായിക്കുന്നില്ല, ഞാൻ ഇനി ആലയത്തിൽ പോകുന്നില്ല, ഞാൻ ഇനി കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല, ഞാൻ ഇനി ഒരു കാര്യത്തിലും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം പറയുന്നു നമ്മൾ പിന്മാറുന്നത് നാശത്തിലേക്കാണ്. പക്ഷെ കർത്താവ് പറയുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ ധൈര്യപൂർവ്വം നിൽക്കുകയാണെങ്കിൽ എന്തു വന്നാലും ഏത് വന്നാലും ഞാൻ പിന്മാറത്തില്ല. ഞാൻ എൻ്റെ കർത്താവിനെ കൂടുതലായി അന്വേഷിക്കും, ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കും, ഞാൻ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കും, ഞാൻ കൂടുതലായിട്ട് ഞാൻ ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കും, ഞാൻ കൂടുതലായിട്ട് ഞാൻ കർത്താവിൻ്റെ സുവിശേഷം മറ്റോട് ഞാൻ പങ്കുവയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം നിൽക്കുന്നവരെയാണ് കർത്താവ് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ. സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്നവരല്ല. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു നിന്ദയോ ഒരു പരിഹാസമോ ഒരു ദൂഷിയോ ഒരു കഷ്ടതയോ ഉണ്ടാകുന്ന സമയത്ത് അയ്യോ ഞാൻ ഈ പരിപാടിക്ക് പോകുന്നില്ല, ഞാൻ ഒരു കാര്യത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന ആ വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് അത് നാശത്തിലേക്കാണ് പോകുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് കർത്താവ് പറയുന്നു വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലത്രേ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളെ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുതെന്നാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടിന്ന് നമ്മളെല്ലാവരും തന്നെ കർത്താവ് പറയുന്നു അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം പറയുന്നു നമുക്ക് കഷ്ടങ്ങളിലും നമുക്ക് ഒരു ധൈര്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളിലും ഒരു സഹിഷ്ണുത ഉണ്ടാകണം. കഷ്ടങ്ങൾ പതറിപ്പോകാതെ, കഷ്ടങ്ങളിൽ പെറുപെറുക്കാതെ, കഷ്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും ആരെയും കുറ്റം പറയാതെ, കഷ്ടങ്ങളിൽ നമ്മൾ ജയകരമായിട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അടുത്തത് ആരാണ്
അനുഗ്രഹിക്കപ്പെട്ടത്. മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് മനസ്സലിവുള്ള വ്യക്തികളായിരിക്കണം. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം പറയും നമുക്ക് എന്തുണ്ടാകണം? നമുക്കൊരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഹാർട്ട് ഉണ്ടാകണം, നമുക്ക് മനസ്സലിവ് ഉണ്ടാകണം. തിരുവചനത്തിൽ വായിക്കുന്നു, പുരുഷാരത്തെ കണ്ട് യേശുവിൻ്റെ മനസ്സലിഞ്ഞു. ഒരു മനസ്സലിവുള്ള ഹൃദയം. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ, മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ദൈവമക്കളായി നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒരു മനസ്സലിവ്, ഒരു ആർദ്രത. എൻ്റെ ആരുമല്ലല്ലോ, എൻ്റെ അച്ഛനല്ലല്ലോ, എൻ്റെ അമ്മയല്ലല്ലോ, എൻ്റെ ഭർത്താവല്ലല്ലോ, എൻ്റെ കുഞ്ഞല്ലല്ലോ, ആരോ എന്തോ ആയിക്കൊണ്ട് പോട്ട് എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടിയല്ല. മറിച്ച് കർത്താവ് പുരുഷാരത്തെ കണ്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. നമ്മുടെ അകത്ത് ആ യേശുവിൻ്റെ ഭാവം വരികയാണെങ്കിൽ, ആ യേശുവിൻ്റെ സ്നേഹം വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും ഒരാളുടെ കഷ്ടതയെക്കുറിച്ച് കേൾക്കുമ്പോൾ, നമ്മൾ അറിയുമ്പോൾ, തീർച്ചയായിട്ടും നല്ല ശമര്യക്കാരനായ കർത്താവ് ചെയ്തതുപോലെ ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മൾ ആവോളം എന്തെങ്കിലും സഹായം ചെയ്യുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് ഹേമിക്കുന്നുവെങ്കിൽ അത് ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്നുണ്ട് 41 സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് കാണുന്നുണ്ട്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ആരാണ് എളിയവനെന്ന് പറയുന്നത്? എളിയവെന്ന് പറയുന്നത് ദരിദ്രരായ ആൾക്കാരാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദരിദ്രരായ വ്യക്തികളെ, എളിയ വ്യക്തികളെ, സാധുക്കളായ വ്യക്തികളെ ആദരിക്കുന്നുണ്ടെങ്കിൽ, അവരെ മാനിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു ആ വ്യക്തി ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്തോത്രം പറയാമോ മക്കളെ? കൈമത്ത് ഹാലിൽ പറയാമോ? എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ആരാ അനുഗ്രഹിക്കപ്പെടുന്നത്? കേരള സംസ്ഥാന ബായ്ക്കുറി അടിക്കുന്ന ആളല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു ആരാ അനുഗ്രഹിക്കപ്പെടുന്നത്? പൈസ 10 കോടി രൂപ കിട്ടുന്നതല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, 100 കോടി കിട്ടുന്നതല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം പറയുന്നു ആരാ അനുഗ്രഹിക്കപ്പെടുന്നത്? എളിയവനെ ആദരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സാധുക്കളായിട്ടുള്ള, ദരിദ്രരായിട്ടുള്ള, ഒരു നിവൃത്തിയുമില്ലാത്ത, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ നിവൃത്തിയില്ല, ഒരു കയറി കിടക്കാൻ വീടില്ല, ഒരു നന്മയുമില്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന സാധുക്കളായ, ബുദ്ധിമുട്ടുന്ന, അവശത അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തോട് നമുക്കൊരു മനസ്സലിവുണ്ടെങ്കിൽ ദൈവം പറയുകയാണ് നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ, നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. കർത്താവ് പറയുന്ന അവർക്കുള്ള അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അങ്ങനെയുള്ള മനസ്സലിവുള്ള വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ അപകടങ്ങളോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാം, കഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മനസ്സലിവുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ വിടുതൽ ലഭിക്കും. ദൈവം ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ, ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ ദൈവം അവരെ സഹായിക്കും. ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈസ്റ്റ്കോട്ട് വഴി കാറിലിങ്ങനെ പോവുകയായിരുന്നു. പെട്ടെന്ന് കാറിൽ പോയ സമയത്ത് പെട്ടെന്ന് പുത്തരിക്കണ്ട മൈതാനത്തിലൊരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഏതൊരു പാസ്റ്റർ. അപ്പോൾ ഞാൻ ഈ കാറിൽ പോയി പെട്ടെന്ന് എനിക്ക് ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാൻ ആ പാസ്റ്ററെ നോക്കി അദ്ദേഹം പ്രസംഗിച്ച വചനവും കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് എൻ്റെ വണ്ടി കയറി. അവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല, ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു ആ സൈഡിൽ, ഞാൻ ശ്രദ്ധിച്ചില്ല. അത് KSRTC ബസ് പോകാനും പ്രൈവറ്റ് വാഹനം പോകാനും എൻ്റെ ഡിവൈഡറാണ്. ഡിവൈഡർ ഞാൻ കണ്ടില്ല. എൻ്റെ വണ്ടി നേരെ ഡിവൈഡറിൻ്റെ സൈഡിൽ പോയി ഇടിച്ചു. ഇടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറായി. ടയറിലെ എയറെല്ലാം പോയി. അവസാനം വണ്ടി മുമ്പോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയായി. വല്ലതും ഞാൻ വണ്ടി അങ്ങോട്ട് പോയി ഒതുക്കി, പെട്ടെന്ന് പഞ്ചറായി. കർത്താവ് എന്ത് ചെയ്യും? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ പെട്ടെന്ന് കർത്താവേ എന്താണ്, ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. പെട്ടെന്ന് സ്റ്റക്കായി, പെട്ടെന്ന് വല്ലാത്ത കൺഫ്യൂഷനായി. അങ്ങനെ ഞങ്ങൾ ഗാന്ധി പാർക്കിനകത്ത് വണ്ടി കയറ്റിയിട്ടു. വണ്ടി പഞ്ചറായി. പിന്നെ എന്തായാലും അകത്ത് വേറെ ടയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ്, ഞാനങ്ങനെ ആ സ്റ്റെപ്പിന് ടയറൊന്നും അങ്ങനെ ഇളക്കിയിട്ടൊന്നും ശീലമൊന്നുമില്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് അത്ര ഐഡിയ ഒന്നുമില്ല. അങ്ങനെ കേട്ടിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഓടിക്കൊണ്ട് വന്നു. ഓടിക്കൊണ്ട് വന്നാൽ അദ്ദേഹം പറയുകയാണ്, സാറേ വിഷമിക്കൊന്നും വേണ്ട സാറേ, സ്റ്റെപ്പിനി ഉണ്ടോ? ഞാനുണ്ട്. സാറേ അതിങ്ങ് എടുക്കാൻ പറഞ്ഞു. ഒരു പരിചയമില്ല, എടുക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റെപ്പിനി എടുത്ത് കൊടുത്തു. അയാൾ നിമിഷ നേരം കൊണ്ട് പുള്ളിക്കാരൻ ജാക്കിയൊക്കെ വെച്ച് അതെല്ലാം ഉയർത്തി നിമിഷ നേരം കൊണ്ട് ഒന്നും ചെയ്യേണ്ടതൊന്നുമില്ല. അല്ല 5 മിനിറ്റിനകത്ത് അയാൾ കംപ്ലീറ്റ് എല്ലാം ഇട്ട് റെഡിയാക്കി. ഞാൻ വിചാരിച്ചു വല്ല പൈസയ്ക്ക് വല്ലതും ആയിരിക്കും. ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ പുള്ളിയുടെ കയ്യെല്ലാം കഴിഞ്ഞ് താങ്ക്സ് എന്ന് പറഞ്ഞ് പൈസ കൊടുക്കും. അയ്യോ പൈസയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് 1 രൂപ പോലും വേണ്ട എന്ന് പറഞ്ഞ് ഒരു ദൂതനെ പോലെ വന്നിട്ട് അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമേ 1 രൂപ പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ തക്ക സമയത്ത് വന്ന് എനിക്ക് സഹായിച്ച്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്,
അപ്പോൾ വേറെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ കർത്താവേ, ദൈവം ഇതെങ്ങനെയാണ് അവൻ മനസ്സിലായി. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം തക്ക സമയത്ത് സഹായിക്കും. നമുക്കറിയേണ്ട ആവശ്യമില്ല. തക്ക സമയത്ത് നമ്മുടെ ആവശ്യഘട്ടത്തിൽ ദൈവം ആരെങ്കിലും ദൂതനെ പോലെ ദൈവം കൊണ്ടുവരും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം എപ്പോഴും മനസ്സിലുള്ള ഹൃദയമായിരിക്കണം, ഒരു കമ്പാഷൻ ഹാർട്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? വചനം പറയുന്നു, അന്നത്തെ ദിവസം യഹോവനെ വിടുവിക്കും, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. ദൈവം അവരെ കാക്കും. ഈ ലോകത്തിൽ പലതരത്തിലുള്ള പേമാരി ഉണ്ടാകാം, ബാധകളുണ്ടാകാം, സാംക്രമികമായ രോഗങ്ങളുണ്ടാകാം, അനർത്ഥങ്ങളുണ്ടാകാം, അപകടങ്ങളുണ്ടാകാം. ദൈവം പറയുകയാണ്, നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു മനസ്സരിവുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവം എന്നെ ഈ ഭൂമിയിൽ ദൈവം കാത്തു പരിപാലിക്കും. ദൈവം പറയുകയാണ്, യഹോവനെ കാത്ത് ജീവനോടെ പാലിക്കും എന്ന് പറഞ്ഞാൽ സ്തോത്രം, വണ്ടി ഇടിച്ചാലും നീ ചാകത്തില്ല, അപകടം ഉണ്ടായാലും നീ ചാകത്തില്ല, ട്രെയിൻ കത്തിയാലും നീ ചാകത്തില്ല, ഹെലികോപ്റ്റർ തകർന്ന് വീണാലും നീ അവിടെ ചാകത്തില്ല. നീ ഡൺലപ്പ് മറ്റേ കിടക്കുന്ന പോലെ ദൈവം തന്നെ താങ്ങി അവിടെ നിർത്തും. അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം, ദൈവത്തെ പാവപ്പെട്ട ആൾക്കാരെ, സാധുക്കളായ ആൾക്കാരെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ ദൈവം എന്ത് ചെയ്യും? അവർക്ക് കാരണം ദൈവത്തിന് മനസ്സിലായി, ഇയാളെ ജീവിച്ചിരുന്ന ഇയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ഇയാളെ ജീവിച്ചത് എന്ത് ചെയ്യും? ഇയാൾ ആർക്കെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ഉപകാരങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഇയാളുടെ ആയുസ് ദൈവം എന്ത് ചെയ്യും? അങ്ങ് നീട്ടി കൊടുക്കും. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്ന പലരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ദൈവം നമുക്ക് ആയുസൊക്കെ നേടിത്തരാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കിടന്നാൽ ആർക്കെങ്കിലും പ്രയോജനമുള്ള ദൈവത്തിന് അറിയാം. കിടന്നാൽ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടന് ആഹാരം കൊടുക്കും, കിടന്നാൽ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടന് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും, കിടന്നാൽ ആർക്കെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും, കിടന്നാൽ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കിടന്നാൽ പള്ളിപ്പണിക്ക് വേണ്ടിയൊക്കെ സഹായിക്കും എന്നൊക്കെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം തമ്പുരാൻ പറയും, പ്രൈസ് ദി ലോർഡ്, നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നീട്ടി വിടും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എളിയവരോട് താഴ്മയോടുകൂടി അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ആയിട്ട് മനസ്സലിവോടുകൂടി ആയിരിക്കുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ദൈവം അവരെ സഹായിക്കും, ദൈവം അവരെ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി അടുത്തത് ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? സ്തോത്രം. നമുക്ക് വചനത്തിൽ വായിക്കുന്നു, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, 5-ാം വാക്യം, മകനെ കർത്താവിന് ഇഷ്ടം നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ദൈവം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് എന്തുണ്ട്? ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ ഡിസിപ്ലിനുണ്ട്, അല്ലെങ്കിൽ ശിക്ഷണമുണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം പറയാമോ?